ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. പരിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതാകുന്ന പരിശുദ്ധ പ്രവാചകർ പോലും ഈ ദുആ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഉമ്മത്ത് മറക്കാതെ 5 നേരവും ദുആ ചെയ്യേണ്ടതാ. കാരണം ഈമാൻ ഏത് നിമിഷവും തെറ്റിപ്പോകാം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹൃദയങ്ങളെ തിരിക്കുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആദരവായ പ്രവാചകന്റെ ദുആ ആണിതെന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ. തീർന്നില്ല. ശഹ്ർ ബിൻ ഹൗശബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ വീണ്ടും എന്നോട് പറഞ്ഞു, ഖുൽതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു പോയി. ആര്? നബിയുടെ ഭാര്യ ഉമ്മു സലമ ബീവിയുടെ അടുക്കൽ എപ്പോ വന്നാലും നബി ഏറ്റവും കൂടുതൽ ദ്വാരക്കുന്ന ഇതാ, അല്ലാഹു എന്റെ ഹൃദയങ്ങളെ തിരിക്കുന്ന നാഥ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന് നബി എപ്പോഴും അധികമായി ദുആ ചെയ്യും. ഒരിക്കൽ ദ്വാരക്കുന്നതല്ല, അക്സറു ദുആഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വട്ടം ദ്വാരന്നിട്ടുണ്ടോ എന്നല്ല ഈ പറഞ്ഞത്, അധികമായി ദുആ ചെയ്യും. ഒന്നാമത്തത് ആരാണ് ദ്വാരക്കുന്നത് മനസ്സിലാക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിന്റെ കട്ടയാണ്, ഈമാനിന്റെ കാതലാണ്. രണ്ടാമത്തത് ആ പ്രവാചകൻ ഒരു വട്ടമല്ല ദ്വാരുന്നത്, അധികമായി ദുആ ചെയ്യുന്നത് സ്വന്തം ഭാര്യ കേൾക്കാൻ. അതുകൊണ്ട് തന്നെ ഭാര്യ ചോദിച്ചു, മാ അക്സറു ദുആഇക യാ റസൂലല്ലാഹ്, മാ അക്സറു ദുആഇക യാ ഹബീബല്ലാഹ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. എന്തേ നബി തങ്ങളെ ഈ ദുആ തങ്ങൾ അധികമായി ദുആ ചെയ്യാനുള്ള കാരണം, ഹൃദയങ്ങളെ തിരിക്കുന്ന നാഥാ, എന്റെ ഹൃദയത്തെ ദീനിൽ അടിയുറച്ച് നിർത്തി തരണേ എന്ന് തങ്ങൾ അധികമായി ദുആ ചെയ്യാനുള്ള കാരണം എന്താണ്? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഭാര്യയോട് പറയുകയാണ് ഉമ്മു സലമ, ഇന്നഹു ലൈസ ആദമിയ്യുൻ ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ ഇദാ ശാഅ അഖാമ വഇദാ ശാഅ അസാഗ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഭാര്യയോട് പറയുകയാണ്, ഉമ്മു സലമ, ഇന്നഹു ലൈസ ആദമിയ്യുൻ, ലോകത്തൊരു മനുഷ്യരുമില്ല, ഈ ദുനിയാവിലുള്ളതാകുന്ന ആദമ സന്തതികളാകുന്ന മുഴുവൻ ആളുകളും ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ, അവന്റെ ഹൃദയം പടച്ച റബ്ബിന്റെ അധീനതയിലാണ്, അല്ലാഹുവിന്റെ കരങ്ങളിലാണ്, അഥവാ പടച്ച റബ്ബിന്റെ അധീനതയിലാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിദായത്ത് നൽകുന്നതാണ്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് എടുത്തു കളയുന്നതാണ്. ഫമൻ ശാഅ അസാഗ വമൻ ശാഅ അഖാമ. ആർക്കാണോ ഹൃദയത്തിൽ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകണമെന്ന് ആഗ്രഹിക്കുന്നത്, നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നത്, അവന്റെ ഈമാനിനെ അല്ലാഹു നിലനിർത്തുന്നതാണ്. ആരുടെ ഈമാനിനെയാണ് ഊരിക്കളയണമെന്ന് പടച്ച റബ്ബ് തീരുമാനിക്കുന്നത്, അവൻ സെക്കൻഡ് ബൈ സെക്കൻഡിൽ തെറ്റിച്ച് കളയുന്നതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ കൈകളിലാണ് ഹിദായത്തുള്ളത്. പടച്ച റബ്ബ് ഏത് സമയത്ത് വേണമെങ്കിലും തെറ്റിച്ച് കളയാം. അതുകൊണ്ട് പടച്ച റബ്ബിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം, എന്ത്? എന്റെ ഈമാനിനെ തെറ്റിക്കല്ലേ അല്ലാഹ്.
എനിക്ക് നീ സ്ഥിരപ്പെടുത്തി താ അല്ലാഹ്. മുഅ്മിനായി തന്നെ എന്നെ നീ നിലകൊള്ളിക്കുക അല്ലാഹ്. ഇത് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം പ്രിയപ്പെട്ട ഉമ്മു സലമ ഹബീബ് റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഇതേതാ കാലഘട്ടം? 24ഉം 20ഉം വയസ്സുള്ളതാകുന്ന ചെറുപ്പക്കാര് വരെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഞാൻ ഇന്നലെ കണ്ടതാകുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചത് മോശപ്പെട്ടതാകുന്ന വർത്തമാനങ്ങളാണ് എനിക്കുണ്ടായിത്തീർന്നത് എന്ന ചാനലുകളിൽ, ഇന്നത്തെ വൈകുന്നേരത്തതാകുന്ന ചാനലുകൾ പോലും കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്നതാകുന്ന യുവാക്കളുള്ള യുക്തിവാദികളുള്ള കാലഘട്ടം. ചെറിയ മക്കള് 20-22 വയസ്സുള്ള മക്കൾ വന്നിട്ട് പറയാണ്, ഇത് ഞാൻ പഠിച്ചത് മതകലാലയത്തിൽ നിന്ന് മോശപ്പെട്ട വർത്തമാനമാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ത്യൻ ആർമിയിലേക്ക് പോകരുതെന്ന് പറഞ്ഞു പോലും. അല്ലാഹ്, ഇവിടെ ആരാ അങ്ങനെ പറയുന്നു? ഓനെ നമ്മൾ വിടാൻ നേർച്ചയാക്കിയിരിക്കുന്നു. വേഗം വയ്ക്കും, വേഗം വയ്ക്കും. ഇവിടെ ഇസ്ലാമിന് അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വേഗം വയ്ക്കോ, തൂക്കെടുത്ത് നാളെ തന്നെ പോണം. വിടാൻ വേണ്ടി നമ്മൾ നേർച്ചയാക്കിയിരിക്കുന്നു. പോവോ? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. ഇവിടെ ആരാ പോകണ്ടെന്ന് പറഞ്ഞത്? ഒരാളും പറഞ്ഞിട്ടില്ല, ഒരു മതവും അങ്ങനെ പറയുന്നില്ല. നമ്മുടെ മദ്രസകളൊക്കെ വ്യക്തമായി പരസ്യമായിട്ടാണ് ഇല്ലേ സ്ഥാപനങ്ങൾ കെട്ടിയിട്ട് പഠിപ്പിക്കണം. അല്ലാതെ ഏതെങ്കിലും വീട്ടിന്റെ അകത്തളത്തിരുന്ന് ഉസ്താദുമാർ മടിയിരുത്തിക്കൊണ്ട് ചൊല്ലിക്കൊടുക്കല്ല മദ്രസയിലെ കായിക. മദ്രസ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 10,000-ൽ പരം സ്ഥാപനങ്ങളുണ്ട്, കെട്ടിടങ്ങളാണ്. ആ കെട്ടിടത്തിനുള്ളിൽ തുറസായ സ്ഥലത്ത് പരസ്യമായിട്ട് കുട്ടികൾക്ക് റാഹത്തായ ഖുർആനും അതുപോലെ തന്നെ കായികകളും താരീഖുകളും ദീനിയാത്തും ഫിഖ്ഹും കർമ്മശാസ്ത്രവും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. പരസ്യമായിട്ട് ആർക്കും വന്നിരുന്ന് കേൾക്കാം. അവിടെ CCTV ക്യാമറകളുണ്ട്, പരീക്ഷിക്കാം, പരിശോധിച്ച് നോക്കാം എന്താണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, പരിശോധിക്കട്ടെ. ഇല്ലെങ്കിൽ ക്യാമറകൾ ഗവൺമെന്റ് തന്നെ കൊണ്ടുവന്ന് നിർമ്മിച്ച് വെക്കട്ടെ, എന്നിട്ട് അവർ കേൾക്കട്ടെ. കേൾക്കുന്നവരൊക്കെ ദീനിലേക്ക് വരും. കാരണം എന്താ, ഇവിടെ പഠിപ്പിക്കുന്നതൊന്നും ഒരു തീവ്രവാദമോ ഭീകരവാദമോ ഒരു മോശപ്പെട്ട വർത്തമാനമോ അല്ല. ഒരു മതത്തെയും നമ്മൾ വ്രണപ്പെടുത്തുന്നില്ല, വ്രണപ്പെടുത്താൻ പറയുന്നുമില്ല. വ്രണപ്പെടുത്തവൻ ദീനിൽപ്പെട്ടവനല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലൈസ മിന്നാ മൻ ദഅ ഇലൽ അസബിയ്യ. എന്താ അതിന്റെ അർത്ഥം? ആരെങ്കിലും തീവ്രവാദത്തിലേക്ക് ക്ഷണിച്ചാൽ അവൻ നമ്മളിൽ പെട്ടവനല്ല. ഹബീബ് റസൂലുള്ളാഹി ഇത് പഠിപ്പിക്കുന്ന ആദർശമാണ് മദ്രസ കലാലയം. അൽഹംദുലില്ലാ, മദ്രസകളൊക്കെ ഇന്നു മുതൽ തുറന്ന് ആരംഭിച്ചിട്ടുണ്ട്. മിക്ക മദ്രസകളും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. മക്കൾക്ക് നിർബന്ധമായി ദീനീ ബോധം കൊടുക്കണം. നിർബന്ധമാണ്. ഇനിയുള്ള കാലത്ത് നിർബന്ധമാണ്. ഇത്രയും കാലം നമ്മൾ ചെയ്തതുപോലെയല്ല. നമ്മൾ ഭൗതിക വിദ്യക്ക് ഒരു അല്പം കൂടി മാറ്റുകൊടുത്തു, അപ്പോൾ ദീൻ കുറഞ്ഞു പോകുന്നു എന്ന് ഭയപ്പെടണം നല്ലതുപോലെ. കാരണം എന്തുകൊണ്ട്? ഒരാൾ വിശ്വാസിയായി നിലകൊണ്ട് തന്നെ ബിദ്അത്തിലേക്ക് പോകുകയല്ല, മറിച്ച് അല്ലാഹ് ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നഊദു ബില്ലാഹ്. അല്ലാഹ് ഇല്ല, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയില്ല. മുഹമ്മദ് എന്ന് പറയുന്നവൻ 9ാം ക്ലാസ്സുള്ള പെണ്ണിനെ പ്രണയിച്ചുകൊണ്ട് നടന്നവനാണ് എന്നൊക്കെ ചാനലിൽ കയറിയിരുന്നു കൊണ്ട് ഇത്രയും കാലം മുസ്ലിം സമുദായത്തിലേതാകുന്ന സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് വെട്ടി വിഴുങ്ങി തടിച്ചു കൊഴുത്ത് ആളുകൾ പറയുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മോശമല്ലേ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലേ, ഈ സമുദായത്തിൻ്റെതാകുന്ന ചോറും മുഴുവൻ നക്കിയിട്ട് ഇപ്പൊ പറയാ എന്ത്, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി 6 വയസ്സുള്ള പെണ്ണിനെ പ്രണയിച്ചു നടന്ന ചാനലിൽ ഇരുന്ന് പറയാ. ആഖിബത്ത് അള്ളാഹു സൂക്ഷിക്കട്ടെ, അള്ളാഹു ആഖിബത്ത് നന്നാക്കി കൊടുക്കട്ടെ. നമുക്ക് അങ്ങനെ ദ്വാരക്കാം. നമ്മൾ ഒരാളെയും മോശം പറയുന്നില്ല, അള്ളാഹു ആഖിബത്ത് നന്നാക്കട്ടെ. വളരെ സൂക്ഷിക്കണം. എവിടെ എത്തിപ്പോയി നമ്മുടെ തലമുറ? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ പരിശുദ്ധ പ്രവാചകന്റെ ഈ പ്രാർത്ഥന വളരെയേറെ ഉപയുക്തമാണ്. നബി തങ്ങൾ ദുആ ചെയ്തു, ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന അല്ലാഹുവേ, എന്നെ ദീനിൽ അടിയുറച്ച് നിർത്തണേ മുഹമ്മദ് മുസ്തഫ. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മൾ ദുആ ചെയ്യണം. അതിനുവേണ്ടി ഇത് ഞാൻ പറഞ്ഞത്. ഏതാ ദുആ? എന്നത് പഠിച്ചിട്ട് പോയാൽ മതി, ഹോംവർക്ക് എഴുതിക്കോ. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക. ഇത്രയേ ഉള്ളൂ. സ്ത്രീകളെ ശ്രദ്ധിക്കുന്നുണ്ട്? എവിടെ ചായ ഉണ്ടോ നോക്കി അങ്ങോട്ട് വടക്കോട്ട് നോക്കിയിരിക്കുക. ചായ ഒന്നുമില്ല, നോക്കിയിരിക്കുക. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് പറഞ്ഞ എല്ലാവരും യാ മുഖല്ലിബൽ ഖുലൂബ്. അതിന്റെ അർത്ഥം എന്താ? ഹൃദയങ്ങളെ തിരിക്കുന്ന അല്ലാഹുവേ,
സബ്ബിത് ഖൽബി, എൻ്റെ ഹൃദയത്തെ നീ സ്ഥിരപ്പെടുത്തണേ, അലാ ദീനിക, നിന്റെ ദീനിന്റെ മേൽ. വളരെ ചെറിയ ദുആ. ഇത് നമുക്കിനി അറബി അറിയില്ല. അറബി തന്നെ ദുആരക്കര ഏറ്റവും നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടെന്ന് അത് കാണാതെ പഠിക്കണം. നമ്മളെന്തിനാ പിന്നെ മുഅ്മിനാന്ന് പറഞ്ഞിരിക്കുന്നത്? അതിന് ഭയങ്കര എഫക്റ്റീവ് ഉണ്ടാവും വാക്കിന് തന്നെ. നീ അറിയാത്തവർ ഇങ്ങനെ ദുആരക്ക, പടച്ചറബ്ബേ എന്നെ ദീനിൽ നീ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്. ദുആ ചെയ്യണം, നിർബന്ധമാണത്, നിർബന്ധമാണത്. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നിർബന്ധമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലയോ റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. ربنا لا تزغ قلوبنا بعد إذ هديتنا. ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളെ നീ പിഴപ്പിച്ച് കളയല്ല അല്ലാ, ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, മോശപ്പെട്ട ആശയത്തിലേക്ക് കൊണ്ടുപോകല്ല അല്ലാ. അല്ല ഇല്ല എന്ന് പറയുന്ന യുക്തിവാദത്തിലേക്ക്, മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക്, ലിബറലിസത്തിൻ്റെതാകുന്ന സ്വാതന്ത്ര്യത്വം വേണമെന്ന് വാദിക്കുന്നവരുടെ വർത്തമാനങ്ങളിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോകല്ല അല്ലാ. ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഇതൊക്കെ പള്ളി ദ്വാരക്കുന്നുണ്ട് 5 വഖത്തിന് ശേഷം. നമ്മൾ എവിടെ ആമീൻ പറയുന്നു? നമ്മളപ്പോ ഓടുകയാണ്. അവിടെ ഇരുന്ന് ആമീൻ പറയുന്നു. സഹോദരങ്ങളെ, ചെറിയ കാര്യമല്ലല്ലോ. ഈ ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ ദുആ ചെയ്യുന്നത് മഹല്ലത്തുകളിൽ ആർക്ക് വേണ്ടി? ആ നാട്ടിലുള്ളവർക്ക് ഈമാൻ നിലനിർത്തുന്നതിന് വേണ്ടിയും, ആത്മീയമാകുന്ന ഉയർച്ചയ്ക്ക് വേണ്ടിയും, ഭൗതികപരമാകുന്ന ഉയർച്ചയ്ക്ക് വേണ്ടിയും, ദുനിയാവിലും ആഖിറത്തിലും പരിപൂർണമായി വിജയം കൊയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഓരോ മഹല്ലത്തിലെ ഇമാമിയങ്ങളും 5 വഖത്തിന് ശേഷം അവിടെ ദുആ രക്കുന്നത്. അപ്പൊ ഇമാം എന്തോ ഇമാമിന്റെ വീട്ടുകാര്യം പറയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങി പോവുക. കാര്യമായിട്ട് ഫ്രണ്ട് സഫി ഇരിപ്പുണ്ട്, എന്നിട്ട് വേഗം ഇറങ്ങി പോവുക. എന്ത് കാര്യം? എനിക്ക് ഉസ്താദന്മാരോട് അറിയാനുള്ള വേഗം ദുആ ചുരുക്കിയേക്കണം. വേറെ ഓരിയൊന്നും ആർക്കു വേണ്ടി കഷ്ടപ്പെടും. ഇവര് ഈ ദ്വാരക്കന്നെ 10 മിനിറ്റും 5 മിനിറ്റും ഒക്കെ കഷ്ടപ്പെട്ടിരുന്നു ദ്വാരക്ക. അതിൽ 1-2 പ്രായം ചെന്ന ആളുകൾ അവിടെ ഇരുന്ന് ആമീൻ പിടിക്കുന്നുണ്ട്. അവർക്കത് അൽഹംദുലില്ലാ വളരെ ഖൈറും കിട്ടുന്നുണ്ട്, വളരെ സന്തോഷം കിട്ടുന്നുണ്ട്. അവരുടെ ജീവിതമൊക്കെ നിങ്ങൾ എടുത്തു നോക്ക്. ആ ദിക്റിലും ദുആയിലും ഭാഗവാക്കായി സുന്നത്ത് നിസ്കരിച്ചിട്ട് പോകുന്ന സ്വാലിഹീങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ വളരെ റാഹത്ത. ഈ ധൃതി പിടിച്ചിട്ട് ബിസിനസ് എന്ന് പറഞ്ഞ് ഓടുന്നവനൊക്കെ ഇടങ്ങേറും കൊടിയും കുത്തുമായിരിക്കും. ഒരു 5 മിനിറ്റ് കൂടി ക്ഷമിച്ചിരുന്നൂടെ എന്നത് എത്ര പേര് ദുആ രക്കുന്നുണ്ട്, അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. പടച്ചറബിനോട് ഈമാൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചോദിക്കുന്നില്ല, ഉറപ്പ് തന്നെയാണ്. നമ്മുടെ വിഷയങ്ങൾ പോലും പറയുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബതും ഫസൗഫ യകൂനു ലിസാമാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, നബിയേ നബിയേ തങ്ങൾ പറഞ്ഞു കൊടുക്കണേ റസൂലേ, മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല എന്ന് പറയണേ. നിങ്ങളുടെ പ്രാർത്ഥനയില്ലാതെ അല്ലാഹു നിങ്ങളെ പരിഗണിക്കില്ല എന്ന് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ ഹബീബേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിസ്കാരം കഴിഞ്ഞ് ഓടുന്ന സമൂഹമേ പ്രാർത്ഥിക്കണേ, പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യു ദുആഇ അസ്മഉ യാ റസൂലല്ലാഹ്. അല്ലാഹു ഏറ്റവും കൂടുതൽ ഉത്തരം ചെയ്യുന്നതായ, ഏറ്റവും കൂടുതൽ കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്നതായ പ്രാർത്ഥന ഏതാണ് റസൂലേ? പറഞ്ഞു തരുമോ ഹബീബേ? ഒരുപാട് ഉമ്മമാർക്കുള്ള വിഷയമാണ്. കൊടുങ്ങല്ലൂരിലുള്ളതാകുന്ന അഞ്ചങ്ങാടിയിലുള്ള സഹോദരിമാരെ പഠിച്ചു വെക്കണേ. ഉസ്താദേ ഞാൻ ദുആ ചെയ്തിട്ട് അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പറയുന്നവരെ, ദുആ ചെയ്യാൻ ചില സമയങ്ങളുണ്ട്.
ചില സന്ദർഭങ്ങളുണ്ട്, ചില ദിവസങ്ങളുണ്ട്, ചില മാസങ്ങളുണ്ട്. അത് ഗൗനിക്കണേ, ശ്രദ്ധിക്കണേ. ആദരവായ പ്രവാചകരോട് ഒരനുയായി ചോദിക്കുകയാണ്, അള്ളാഹു ഉത്തരം നൽകാൻ ഏറ്റവും ഉപയുക്തമാകുന്ന സമയമേതാണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് രണ്ട് സമയങ്ങളെ ശ്രദ്ധിക്കണേ. ജൗഫുൽ ലൈൽ വദുബരി കുല്ലി സ്വലാത്തിൻ മഫ്റൂള. പാതിരാത്രി സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നതായ സഹോദരനുണ്ടോ? തഹജ്ജുദിന് എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട്, അല്ലാഹ് എന്റെ ജീവിതം ഇതാ വഴിമുട്ടിയിരിക്കുകയാണ്, അല്ലാഹ് കടമ്പേറി ജീവിക്കുന്നവനാണ്, ദാരിദ്ര്യത്തിൽ അമർന്നു പോയിരിക്കുകയാണ്, ബിസിനസ്സുകൾ താറുമാറായിരിക്കുകയാണ്, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടതാകുന്ന സ്ഥിതിയാണ്. എനിക്ക് ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. നിന്നിലേക്കല്ലാതെ മറ്റൊരാളിലേക്ക് കൈകൾ ഉയർത്താൻ ഞാനില്ല റബ്ബേ. നീയാണ് എന്റെ സംരക്ഷകൻ, നീയാണ് എന്റെ സർവാധിപതി അല്ലാഹ് എന്ന പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാത്രിയിൽ വന്നുകൊണ്ട് ദുആ ചെയ്യുന്നവരുണ്ടോ? അർദ്ധരാത്രി പിന്നിട്ട സമയത്ത് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവരുണ്ടോ? ഇജാബത്താണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വദുബരി കുല്ലി സ്വലാത്തിൻ മഫ്റൂള. 5 വഖത്ത് നമസ്കാരം, ഫർളായ നിസ്കാരങ്ങൾക്ക് പിന്നിലുള്ള പ്രാർത്ഥന ഇജാബത്താണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കേവലം ഉസ്താദും 2-3 പ്രായം ചെന്നതാകുന്ന കാക്കാമാർക്ക് മാത്രമുള്ളതാണ് ഈ ദുആ എന്ന് കരുതിക്കൊണ്ട് എഴുന്നേറ്റ് പോകുന്ന മുസ്ലിമേ, നീ കപട വിശ്വാസിയാണ്, നീ യഥാർത്ഥ മുഅ്മിനല്ല. നീ പരിശുദ്ധ പ്രവാചകന്റെ വാക്കുകളെ തിരസ്കരിച്ചവനാണ്, അവഗണിച്ചവനാണ്. നമസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണേ, പ്രാർത്ഥിക്കണേ. ഇജാബത്താണ്, ഉത്തരമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി.